ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യെശയ്യാ പ്രവാചക പുസ്തക പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 14-ാമത്തെ അവതരണത്തിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. 7-ാം അധ്യായമാണ് ഇപ്പോൾ നാം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. യെശയ്യാ പ്രവാചക പുസ്തകം. യെശയ്യാ പ്രവാചക പുസ്തകം നാം പഠിക്കുമ്പോൾ പഴയ നിയമത്തിലെ ഈ പുസ്തകം നാം വിശദമായി മനസ്സിലാക്കുവാൻ ചില സുപ്രധാന വാക്യങ്ങളുടെ പശ്ചാത്തലങ്ങൾ നാം മനസ്സിലാക്കിയാൽ മാത്രമേ ആ അധ്യായത്തിലുള്ള ആ വാക്യത്തിൻ്റെ ആശയവും അത് എന്തുകൊണ്ടങ്ങനെ നൽകപ്പെട്ടു എന്നും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ 7-ാം അധ്യായം തലക്കെട്ട് നാം നൽകിയത് ഇമ്മാനുവേലിൻ്റെ അടയാളം. ഇമ്മാനുവേൽ, കർത്താവ് യേശുക്രിസ്തുവിനെ വിളിച്ച ഒരു പേരാണ് ഇമ്മാനുവേൽ. ആ ഇമ്മാനുവേലിനെ കുറിച്ചുള്ള അടയാളമാണ് ഈ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ചില പേരുകളൊന്ന് പരിചയപ്പെടേണ്ടതുണ്ട്. തിഗ്ലത്ത് പിലേസർ മൂന്നാമൻ, അസീറിയൻ പടക്കൂട്ടത്തിൻ്റെ സൈന്യത്തിൻ്റെ അധിപനായിരുന്നു ഈ വ്യക്തി. ഈ വ്യക്തി പിന്നീട് അസീറിയ സിംഹാസനം പിടിച്ചടക്കി. ഇദ്ദേഹം ആ രാജ്യത്ത് വന്നു കഴിഞ്ഞപ്പോൾ ചുറ്റുപാടുള്ള രാജ്യങ്ങൾക്ക് വളരെ ഭീഷണിയായിരുന്നു. പ്രത്യേകിച്ച് അരാം, സിറിയ എന്നറിയപ്പെടുന്ന അരാം എന്ന രാജ്യം, ഇസ്രയേൽ, 10 ഗോത്രങ്ങൾ നടക്കുന്ന ഇസ്രയേലിനൊക്കെ ഈ രാജാവ് തിഗ്ലത്ത് പിലേസർ, അസീറിയ രാജ്യത്തിൻ്റെ രാജാവ്, അസീറിയയും ആരാമും രണ്ടാണ്. ആരാമിൻ്റെ മറ്റൊരു പേരാണ് സിറിയ. അപ്പോൾ ഈ അസീറിയയുടെ രാജാവായി തിഗ്ലത്ത് പിലേസർ സ്ഥാനമേറ്റ് കഴിയുമ്പോൾ ഇസ്രയേലിനും സിറിയയ്ക്കുമൊക്കെ ഭയങ്കര ഭീഷണിയാണ്. ഒരു വശത്ത് പെക്ക എന്ന് പറഞ്ഞാൽ ഇസ്രയേലിൻ്റെ രാജാവാണ്. അതോടൊപ്പം റസീൻ സിറിയയുടെ രാജാവാണ്. ഈ 2 രാജാക്കന്മാരെ ഒന്നു ചേർന്ന് സഖ്യത ചെയ്തു. കാരണം തിഗ്ലത്ത് പിലേസർ മൂന്നാമനെ എങ്ങനെയെങ്കിലും പ്രതിരോധിക്കണം. അതിനവർ ആഹാസ്, അതായത് യഹൂദയുടെ രാജാവായ ആഹാസിനെ കൂട്ടുപിടിച്ചു. ആഹാസിൻ്റെ അടുക്കൽ ചെന്നു. പക്ഷെ ആഹാസ് വിസമ്മതിച്ചു. ഈ സഖ്യത്തിൽ ചേരാനായിട്ട് യഹൂദയുടെ രാജാവായ ആഹാസ് വിസമ്മതിച്ചു. യഹൂദന്മാർ പല വശത്തു നിന്നും ആക്രമിക്കപ്പെട്ടു. അവർക്ക് വേറെ സഹായമില്ല. അവരെ അടിമകളായി പിടിച്ചുകൊണ്ടുപോയി. 1,20,000 പേരെ പിടിച്ചുകൊണ്ടുപോയി. പിന്നെ മറ്റ് ഒരു 2,00,000 പേരെ, അതോടൊപ്പം 1,20,000 പേർ കൊല്ലപ്പെട്ടു. 2,00,000 പേരെ പിടിച്ചുകൊണ്ടുപോയി തടവിലാക്കി. ഇങ്ങനെയൊക്കെ വലിയ പ്രയാസങ്ങൾ യഹൂദ, അതായത് ആഹാസ് രാജാവായിരിക്കുന്ന യഹൂദ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. 3 വശത്തു നിന്നും ആക്രമണമാണ് യഹൂദ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വശത്ത് എദോമ്യർ ആക്രമിക്കുന്നു, മറ്റൊരു വശത്ത് ഫിലിസ്തീയർ ആക്രമിക്കുന്നു. ഇങ്ങനെയുള്ള ആക്രമണം 3 വശത്ത് നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ ആഹാസിൻ്റെ മുമ്പിൽ ഉത്തരമില്ല. എന്ത് ചെയ്യണമെന്ന് യഹൂദയിൽ നിന്നാണ് യേശുക്രിസ്തു വരേണ്ടത്. യഹൂദ എന്ന രാജ്യത്തിൻ്റെ രാജാവായ ആഹാസിന് ഉത്തരം മുട്ടുകയാണ്. എന്ത് ചെയ്യും? 3 വശത്തും ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് വേറെ വഴിയില്ല. എന്തിനു വേണ്ടിയാണോ ഇസ്രയേലും സിറിയയുമൊക്കെ ഒന്നു ചേർന്നത്? അത് തിഗ്ലത്ത് പിലേസർ രാജാവിനെ പേടിച്ചാണ്. അപ്പോൾ യഹൂദയുടെ രാജാവായ ആഹാസ് എന്ത് ചെയ്തു? തിഗ്ലത്ത് പിലേസറിനെ സമീപിച്ച് തൻ്റെ രാജ്യത്തെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അദ്ദേഹം മടിച്ചില്ല. പെട്ടെന്ന് തന്നെ തീരുമാനമെടുത്തു. കാരണം കിട്ടിയ അവസരം അദ്ദേഹം നഷ്ടപ്പെടുത്തിയില്ല. പെട്ടെന്ന് തന്നെ ഫിലിസ്തീനെ തോൽപ്പിച്ച് അവരെ ഉന്മൂലമാക്കി. 1 വർഷം കഴിഞ്ഞപ്പോൾ ഇസ്രയേലിനെയും അദ്ദേഹം പലതവണ ആക്രമിച്ചു. ഇതിനിടയ്ക്ക് പേക്ക എന്ന് പറയുന്ന ഇസ്രയേലിൻ്റെ രാജാവും കൊല്ലപ്പെടും. ഇതെല്ലാം അവസ്ഥ നേരിടുമ്പോൾ യഹൂദ പിടിച്ചു നിന്നു കുറച്ച് നാളത്തേക്ക്. കാരണം വലിയൊരു തുക ചുങ്കമായി എല്ലാ വർഷവും കൊടുത്തുകൊണ്ടിരുന്നു. ഇതാണ് നമ്മൾ കണ്ട പശ്ചാത്തലം. ഇവിടെ അവസാനം ആഹാസ് തിഗ്ലത്ത് പിലേസറിനെ സമീപിച്ച വാർത്ത യെശയ്യാ പ്രവാചകൻ, ദൈവത്തിൻ്റെ ഹിതം ദൈവമക്കളോട് അറിയിക്കുന്ന പ്രവാചകൻ, ഇത് വിഷയം അറിഞ്ഞപ്പോൾ പ്രവാചകൻ ഒരിക്കലും അത് ഇഷ്ടപ്പെടില്ല. അതായത് ദൈവത്തിൻ്റെ നീരസം പ്രവാചകൻ വെളിപ്പെടുത്തി. 722 BC ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഇതേക്കുറിച്ച് പഴയ നിയമത്തിലെ പല പുസ്തകങ്ങളും രേഖപ്പെടുത്തുന്നുമുണ്ട്. 2 രാജാക്കന്മാർ 15:29 15:30 ഒക്കെ ഈ വിഷയങ്ങൾ നമുക്ക് വായിക്കാൻ കഴിയും. 2 രാജാക്കന്മാർ 16-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 10 വാക്യങ്ങൾ, 2 ദിനവൃത്താന്ത 28-ാം അധ്യായത്തിൻ്റെ 27 വാക്യങ്ങൾ. അപ്പോൾ ഇസ്രയേൽ, യഹൂദയ്ക്ക് അപ്പുറത്ത് വശത്തുള്ള 10 ഗോത്രങ്ങളുള്ള ഇസ്രയേൽ പൂർണ്ണമായും നശിച്ചു. പലരും തടവുകാരായി പിടിക്കപ്പെട്ടു. 7-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളൊന്ന് പെട്ടെന്ന് വായിച്ച് പരിചയപ്പെടാം.
ഉസിയ രാജാവിൻ്റെ മകനായ യോഥാമിൻ്റെ മകനായ യഹൂദ രാജാവായ ആഹാസിൻ്റെ കാലം, അരാമ്യ രാജാവായ രസിനും രമല്യാവിൻ്റെ മകനായ ഇസ്രയേൽ രാജാവായ പേക്കഹും യെരുശലേമിൻ്റെ നേരെ യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു വന്നു. യെരുശലേം എന്ന് പറഞ്ഞാൽ യഹൂദ രാജ്യത്തിൻ്റെ തലസ്ഥാനം. അതിനെ പിടിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. അരാം എഫ്രൈമിനോട് ചോദിച്ചു. അരാം എന്ന് പറയുന്ന സിറിയ എന്നറിയപ്പെടുന്ന അരാം രാജ, എഫ്രൈം എന്ന് പറഞ്ഞാൽ ഇസ്രയേലിൻ്റെ മറ്റൊരു പേര്. അരാം എഫ്രൈമിനോട് യോജിച്ചിരിക്കുന്നു എന്ന് ദാവീദ് ഗൃഹം, ദാവീദ് പറഞ്ഞ ആഹാസിൻ്റെ രാജ്യം, ദാവീദ് ഗൃഹത്തിന് അറിവ് കിട്ടിയപ്പോൾ അവൻ്റെ ഹൃദയവും അവൻ്റെ ജനത്തിൻ്റെ ഹൃദയവും കാട്ടിലെ വൃക്ഷങ്ങൾ കാറ്റുകൊണ്ട് ഉലയും പോലെ ഉലഞ്ഞു. പ്രതികൂലങ്ങൾ നേരിടുന്ന സന്ദർഭത്തിൽ അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നായകസ്ഥാനത്ത് നേതൃസ്ഥാനത്തിരിക്കുന്ന വ്യക്തികളും ദൈവമക്കളും നന്നായി അറിഞ്ഞിരിക്കണം. പ്രതികൂലങ്ങളാണ് നമ്മുടെ വിശ്വാസം പരിശോധിക്കുന്നത്. പക്ഷെ ഇവിടെ ഈ സമയത്ത് ആകാശിൻ്റെ ഹൃദയം കാറ്റ് കൊണ്ട് വൃക്ഷങ്ങൾ ആടി ഉലയുന്നത് പോലെ ഉലഞ്ഞുപോയെന്ന് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ പറയുന്ന യുദ്ധമെന്ന് പറയുന്നത് സിറിയ എഫ്രൈമിറ്റിക്, അതായത് സിറിയ ഇസ്രയേൽ യുദ്ധമാണെന്ന് അറിയപ്പെടുന്ന യുദ്ധമാണ്. ഇത് സംഭവിച്ചത് ആഹാസിൻ്റെ ഒരു കാലത്താണ്. 2 രാജാക്കന്മാർ 15:38 2 രാജാക്കന്മാർ 16:5 ഈ ചരിത്ര വിവരണങ്ങൾ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ രാജാക്കന്മാർ, അതായത് അരാം എന്നറിയപ്പെടുന്ന ഇസ്രയേലും അവരൊരു സഖ്യത ഉണ്ടാക്കി. ആ സഖ്യത അസീറിയ എന്ന രാജ്യത്തിനെതിരെ, തിഗ്ലത് പിലേസർക്കെതിരെ ആക്രമിക്കാനാണ് സഖ്യത ഉണ്ടാക്കിയത്. പക്ഷെ ആഹാസ് ഈ സഖ്യതയോട് ചേരുവാനായിട്ട് വിസമ്മതിച്ചു. അപ്പം അതുകൊണ്ട് അവർ ആദ്യം ആഹാസിൻ്റെ അടുക്കിലേക്ക് വന്ന് ആഹാസിനെ ആക്രമിക്കാൻ, കീഴടക്കാൻ. അവിടെ അറേമിയൻസ് എന്ന് പറയുന്ന, അരാമ്യർ എന്ന് പറയുന്നവർ എഫ്രൈമിലാണ്. എഫ്രൈം എന്ന ഇസ്രായേലിൻ്റെ മറ്റൊരു പേര്. അവിടെ ക്യാമ്പ് അടിച്ചിരുന്നു. ദാവീദിൻ്റെ ഗൃഹം എന്ന് പറയുന്നത് ആഹാസിനെ കുറിച്ചാണ്. ദാവീദിൻ്റെ ഗൃഹത്തിൽ വാഴുന്ന രാജാവാണ് ആഹാസ്. ദാവീദിൻ്റെ വംശാവലിയിൽപ്പെട്ട, ദാവീദിനോട് ദൈവം ചെയ്ത ഉടമ്പടി പ്രകാരം 7-ാം യെശയ്യാ 13 തന്നെ പറയുന്നുണ്ട്, ദാവീദ് ഗൃഹമേ കേൾപ്പിൻ, മനുഷ്യരെ മുഷിപ്പിക്കുന്നത് പോരാഞ്ഞിട്ടാണോ നിങ്ങൾ എൻ്റെ ദൈവത്തെ കൂടെ മുഷിപ്പിക്കുന്നത്? അപ്പോൾ ദാവീദ് ഗൃഹത്തിൻ്റെ രാജാവായിട്ട് ആഹാസ് നിൽക്കുകയാണ്. ദൈവം യുദ്ധം ചെയ്യുന്ന ഗൃഹമാണത്. ദൈവം അവർക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട്, ദാവീദിൻ്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കുമെന്ന്. അപ്പോൾ ആ രാജ്യമാണിത്. പ്രവാചകന്മാർ ഈ പ്രയോഗം, ദാവീദ് ഗൃഹം എന്ന പ്രയോഗം, ഈ 2 ഗോത്രങ്ങൾ അടങ്ങുന്ന ഈ ഗ്രഹത്തെക്കുറിച്ച് പലപ്പോഴും പറയാറുണ്ട്. സക്കറിയ 12:7, 10, സക്കറിയ 13:1, യെരമ്യാവ് 21:12, ഇവിടെ എല്ലാം നമുക്കിത് കാണാൻ സാധിക്കും. ഒന്ന് വായിച്ച് ബോധ്യപ്പെടുവാൻ വേണ്ടി സക്കറിയ പ്രവചന പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 7-10 വാക്യങ്ങളൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ദാവീദ് ഗൃഹത്തിൻ്റെ പ്രശംസയും യെരുശലേം നിവാസികളുടെ പ്രശംസയും യഹൂദയുടെ നേരെ ഏറിപ്പോകാതിരിക്കേണ്ടത് യഹൂദ കൂടാരങ്ങളെ ആദ്യം രക്ഷിക്കുക. അപ്പം ദാവീദിൻ്റെ ഗൃഹം കൂടാതെ 13:1 സക്കറിയാവ്. അന്നാളിൽ ദാവീദ് ഗൃഹത്തിനും യെരുശലേം നിവാസികൾക്കും പാപത്തിൻ്റെയും മാലിന്യത്തിൻ്റെയും പരിഹാരത്തിനായി ഉറവ തുറന്നിരിക്കുക. അപ്പം ദാവീദ് ഗൃഹം എന്ന് പറയുന്ന ഗൃഹം, ദൈവം ദാവീദിനോട് ഒരു ഉടമ്പടി ചെയ്തിരുന്നു, നിന്നെ ഞാൻ എന്നേക്ക് സ്ഥിരപ്പെടുത്തും. അപ്പോൾ ഇവിടെ ആഹാസ് രാജാവിനോട് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പറയുകയാണ്. ഇവിടെ നിന്റെ ഹൃദയവും ആഹാസ് രാജൻ്റെ ഹൃദയം, അതോടെ ജനത്തിൻ്റെ ഹൃദയവും ആകപ്പാടെ കാറ്റുകൊണ്ട് ഉലയും പോലെ ഉലഞ്ഞുപോയി നമുക്ക് 2-ാം വാക്യത്തിൽ കാണാം. അപ്പോൾ ജനങ്ങളുടെ ഹൃദയമൊക്കെ ഭയത്തിലാണ്. ഈ ഭയം ഇവിടെ വരാൻ പോകുന്ന യുദ്ധത്തെ ഓർത്താണ്. ഇതിനകം തന്നെ പേക്കാവും റസീനും സഖ്യത ചെയ്തുകൊണ്ട് ഇവരെ ആക്രമിക്കാൻ വന്നതാണ്. ഇനി മറ്റൊരു യുദ്ധം ഇനി വരാൻ പോകുന്നു, തിഗ്ലത് പിലേസർ. ഇവിടെ 3-ാം വാക്യം 4-ാം വാക്യം ഒന്ന് വായിക്കാം. യെശയ്യാവ് 7. അപ്പോൾ യെശയ്യാവാണ് ദൈവത്തിൻ്റെ സന്ദേശം അറിയിക്കേണ്ട വ്യക്തി. അപ്പോൾ ഈ ഒരു പേടിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ഗൃഹമായ ദാവീദ് ഗൃഹം, യേശുക്രിസ്തു ഭൂമിയിലേക്ക് വരേണ്ടതിന് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ദാവീദ് ഗൃഹം യുദ്ധഭീഷണിയിൽ പേടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം യെശയ്യാവിനോട് പറഞ്ഞു, അരുളി ചെയ്യുന്നതെന്നാൽ നീയും നിന്റെ മകൻ ശെയാർ യാശൂബും അലക്കുകാരൻ്റെ വയലിലെ പെരുവഴിക്കൽ മേലെ കുളത്തിൻ്റെ നീർപ്പാത്തിയുടെ അറ്റത്ത് ആകാശിനെ എതിരേൽപ്പാൻ ചെന്ന് അവനോട് പറയേണ്ടത്. അപ്പോൾ ഇവിടെ ദൈവം പറഞ്ഞ പ്രവാചകരോട് പറയുകയാണ്, യെശയ്യാവിനോട് നീ നിന്റെ മകനും കൂടെ ആകാശ് അവരുടെ ജലത്തിൻ്റെ ഉറവയിലേക്ക് മേലെ കുളത്തിൻ്റെ നീർപ്പാത്തിയുടെ അറ്റത്ത്, അവിടെ വളരെ ആവശ്യമാണ് അവർക്ക് വെള്ളം ആ സമയം. അപ്പോൾ ആ വെള്ളത്തിൻ്റെ അവസ്ഥ നോക്കാൻ, അതിൻ്റെ വെള്ള നിലവാരമൊക്കെ നോക്കാനായിട്ട് ആകാശ് വരുന്ന സമയത്ത് നീ നിന്റെ മകനും കൂടെ അവനെ എതിരേൽക്കണം, അവൻ്റെ അടുക്കൽ ചെന്നിട്ട് പറയേണ്ടത്. അവിടെ പറയേണ്ടത് 4-ാം വാക്യം, സൂക്ഷിച്ചു കൊള്ളുക, സാവധാനമായിരിക്കുക, പുകയിൽ നീ 2 മുറിക്കൊള്ളു നിമിത്തം അരാമിൻ്റെയും രസീൻ്റെയും രമല്യാവിൻ്റെയും മകൻ്റെയും ഈ പേക്കയിൻ്റെയും മറ്റേ രസീൻ്റെയൊക്കെ കുടുംബത്തെക്കുറിച്ച് പറയുകയാണ്.
രമല്യാവിൻ്റെ ഉഗ്രകോപം നീ ഭയപ്പെടരുത്, നിന്റെ ധൈര്യം ക്ഷയിച്ചു പോകരുത് എന്ന് 4 കൽപ്പനകൾ അവിടെ കൊടുക്കും. ഇത് പോയി നീ അവരോട് ആഹാസിനോട് പറയണം. എൻ്റെ ജനത്തിൻ്റെ ഭരണം ഞാൻ നൽകിയിരിക്കുന്ന ആഹാസിനോട് പറയേണ്ട 4 കാര്യങ്ങൾ അവിടെ കാണും. അപ്പോൾ നീയും നിൻ്റെ മകനും കൂടെ, പ്രവാചകൻ്റെ മകൻ്റെ പേര് കാണുന്ന ഏക സ്ഥലമാണിത്, ഷെയാർ യാശൂർ. മക്കളുടെ പേര് ചില സമയത്ത് വളരെ പ്രത്യേകതയുണ്ട് ബൈബിളിൽ. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 29-30 അധ്യായങ്ങളിൽ യാക്കോബിൻ്റെ മക്കളുടെ പേരുകൾ നമുക്ക് കാണാം. ബൈബിൾ വളരെ പ്രത്യേകതയുള്ള പേരുകളാണ് അവരുടെ പേരുകൾ. അപ്പോൾ ഇശയാവിൻ്റെ മകനും കൂടെ രാജാവിനെ കാണാൻ പോകേണ്ടത് എവിടെയാണ്? വ്യക്തമായി പറയും, വയലിലെ പെരുവഴിക്കൽ മേലെ കുളത്തിൻ്റെ നീർപ്പാത്തിയുടെ അറ്റത്ത്. ഇതേ സ്ഥലത്തെക്കുറിച്ച് യെശയ്യാപ്രവചനന്റെ പുസ്തകം 36-ാം അധ്യായത്തിന് 2-ാം വാക്യത്തിൽ ഈ സ്ഥലത്തെക്കുറിച്ചുള്ള ഒരു പരാമർശം നമുക്ക് കാണാൻ സാധിക്കും. യെശയ്യാപ്രവചനന്റെ പുസ്തകം 36-2 ഹിസ്കിയ രാജാവിൻ്റെ കാലഘട്ടത്തിൽ ഹിസ്കിയാവിൻ്റെ പ്രതിനിധികൾ കാണാൻ വരുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ, അന്ന് അശ്ശൂർ രാജാവായ രബ്സാക്കയെ ലാഖീസിൽ നിന്ന് യെരുശലേമിലേക്ക് ഹിസ്കിയ രാജാവിൻ്റെ അടുക്കൽ ഒരു വലിയ സൈന്യത്തിലൂടെ അയച്ചു. അവർ അലക്കുകാരൻ്റെ വയലിലെ പെരുവഴിക്കലുള്ള മേലെ കുളത്തിൻ്റെ കൽപ്പാത്തിക്ക് അരികെ നിന്നു. അപ്പോൾ ഇത് വീണ്ടും ഈ സ്ഥലത്തെക്കുറിച്ച് 36-ാം അധ്യായം 2 അത് പരാമർശിച്ചതേ ഉള്ളൂ. ഈ സ്ഥലത്തെക്കുറിച്ചുള്ള മറ്റൊരു പരാമർശന പുസ്തകത്തിലുണ്ട് എന്നുള്ളത്. അപ്പം ഇവിടെ ഇതാ ഒരുപക്ഷെ ചിലർ പറയാറുള്ളത്, ആഹാസ് വെള്ളത്തിൻ്റെ ആ സപ്ലൈ എങ്ങനെയുണ്ട് എന്നൊക്കെ പരിശോധിക്കാൻ വന്നായിരിക്കും. എന്ത് തന്നെയാകട്ടെ, അപ്പോൾ ഇവിടെ ഇതാ ഒരു പ്രതിരോധത്തിലായിരിക്കുന്ന ഒരു നഗരത്തിന് വെള്ളം വളരെ ആവശ്യമാണ്. ആ ജനങ്ങൾക്ക് കുടിവെള്ളം അത് ആവശ്യത്തിനുണ്ടോ എന്ന് പരിശോധിക്കാനായിരിക്കാം വന്നത്. 4 കൽപ്പനകൾ, 2 അവരെ ബലപ്പെടുത്തുവാൻ, 2 അവരെ സൂക്ഷിക്കേണ്ടത്. അവിടെ പറഞ്ഞ 4 കൽപ്പനകൾ ഇപ്രകാരമാണ്: സൂക്ഷിച്ചു കൊള്ളുക, സാവധാനമായിരിക്കുക. കാരണം പ്രതികൂലം വരുമ്പോൾ, ചുറ്റുപാട് ശത്രു അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവം തൻ്റെ ജനമായ ദാവീദ് ഗൃഹത്തിൻ്റെ രാജാവിനോട് പറയുന്നതാണ് പ്രവാചകനിലൂടെ, സൂക്ഷിച്ചു കൊള്ളുക, സാവധാനമായിരിക്കുക. ഈ 2 കൂട്ടരെക്കുറിച്ച് നീ ഭയപ്പെടരുത്, നിന്റെ ധൈര്യം ക്ഷയിച്ചു പോകരുത്. ദൈവമക്കൾ പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ശത്രുക്കളും അവിടെ മുമ്പിൽ വരുമ്പോൾ ഒരിക്കലും ആദ്യം ചെയ്യേണ്ടത് ഭയപ്പെടരുത്, നിന്റെ ധൈര്യം ക്ഷയിച്ചു പോകരുത്, നീ സാവധാനമായിരിക്കും, നീ സൂക്ഷിച്ചു കൊള്ളുക. ഇതാണ് ദൈവത്തിന് തൻ്റെ ജനത്തോട് പറയാനുള്ളത്, രാജാവിനോട് പറയുകയാണ്. 4 വാസ്തവത്തിൽ ഒരർത്ഥം തന്നെയാണ്. നിങ്ങൾ ഭയപ്പെട്ട് ഇളകരുത്. നിങ്ങൾക്കെതിരെ ശത്രുക്കളും ഭീഷണികളും പലതും ഉണ്ടാകും. ദൈവത്തിൽ ആശ്രയിക്കും. പ്രതികൂലങ്ങൾ വരുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കാൻ പറയുകയാണ്. അരാം എന്ന, അതായത് സിറിയയും എഫ്രൈം എന്ന ഇസ്രയേലിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞത്. അവർ നിനക്കെതിരെ പലതും ഒരുക്കുകയാണ്. നിന്റെ ധൈര്യം ക്ഷയിച്ചു പോകും. നാം യഹൂദയുടെ നേരെ ചെന്ന്, അവർ പറയുന്നതാണ് ശത്രുരാജ്യങ്ങൾ, നാം യഹൂദയുടെ നേരെ ചെന്ന് അതിനെ വിഷമിപ്പിച്ച് മതിലിടിച്ചു കളഞ്ഞ് താബേലിൻ്റെ മകനെ ഇവിടെ രാജാവായി വാഴിക്കണമെന്ന് പറഞ്ഞു. 6-ാം വാക്യം, അരാമും എഫ്രൈമും, അതായത് സിറിയയും ഇസ്രയേലും രമല്യാവിൻ്റെ മകനും നിന്റെ നേരെ ദുരാലോചന ചെയ്യുകൊണ്ട് യഹോവ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. കാരണം ദൈവമക്കൾക്കെതിരെ നടക്കുന്ന എല്ലാ ദുരാലോചനകളും ദൈവം നന്നായി കാണുന്നുണ്ട്, നന്നായി അറിയുന്നു. ദൈവം പറഞ്ഞാൽ അത് നടക്കില്ല, അത് സാധിക്കുകയുമില്ല. ദൈവമക്കൾക്കെതിരെ നടത്തുന്ന ഒരു ഗൂഢതന്ത്രങ്ങളും ദൈവം പറഞ്ഞാൽ നടക്കില്ല. അത് ദൈവമാണ് തൻ്റെ ജനത്തിൻ്റെ പരിചയം, കാവലും കരുതലും. അപ്പോൾ 6 വാക്യങ്ങൾ അത് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, അത് നടക്കില്ല. താബേലിൻ്റെ മകൻ എന്ന് പറഞ്ഞാൽ പ്രാധാന്യമില്ലാത്ത ഒരാളെ ആഹാസിനെ കൊന്നിട്ട് അവിടെ രാജാവ് വാഴിക്കണം. അപ്പോൾ ഇവർക്ക് എപ്പോഴും സ്വാധീനിക്കാൻ പറ്റും. ഇവർക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന ഒരാളെ വേണം ഇനി നമ്മൾ ആഹാസിനെ കൊന്നിട്ട് അവിടെ രാജാവെ വാഴിക്കേണ്ടത്. അപ്പോൾ അവർക്ക് ഏത് വിധത്തിലും ആ രാജ്യത്തെ സ്വാധീനിക്കാൻ, നിയന്ത്രിക്കാൻ, അതിനുവേണ്ടി അവർ പ്ലാൻ ചെയ്യുന്നു. ദൈവം ഞാൻ നടക്കില്ല. ഇത് ക്ലിയറാണ്. ദൈവം വ്യക്തമായി നടക്കില്ല. അവരുടെ പ്ലാന് ഒരിക്കലും വിജയിക്കില്ല. അപ്പോൾ യെശയ്യാവ് തുടർന്ന് പ്രവചിക്കുകയാണ്, അരാമിൻ്റെ തല ദമസ്കസ്, ദമസ്കസിൻ്റെ തല രസീൻ. അതിൻ്റെ രാജാവാണ് തല മുതൽ രാജാവിനെ കുറിച്ചാണ്. ഇത് സിറിയയുടെ തലസ്ഥാനമായ ദമസ്കിൻ്റെ തല രാജാവായ രസീൻ. 65 സംവത്സരത്തിനകം എഫ്രൈം ജനമായിരിക്കാതെ വണ്ണം തകർന്നു പോകും. ഇത് ഇസ്രയേലിന് ദൈവം പറഞ്ഞ 65 വർഷം കൂടെ ഉള്ളൂ, അവരെ തകർത്ത് കളയും, അവർ തകർന്നു പോകും. എഫ്രൈമിൻ്റെ തല സമരിയ, അതായത് ഇസ്രയേലിൻ്റെ തലസ്ഥാനം സമരിയ, സമരിയുടെ തല രമല്യാവിൻ്റെ മകൻ. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ സ്ഥിരവാസവും. ഇദ്ദേഹം പ്രത്യേകിച്ച് നമ്മോട് പറയുന്നത്, നമ്മൾ ഉറച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വിശ്വാസം വേണം. വിശ്വാസമില്ലെങ്കിൽ
സ്ഥിരവാസം. അപ്പം ഈ പശ്ചാത്തലം നമ്മൾ, അതുകൊണ്ടാണ് ചരിത്രപരമായ രാജാക്കന്മാരുടെ യുദ്ധങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞത്. അത് പറഞ്ഞാൽ മാത്രമേ ഇത് മനസ്സിലാവുകയുള്ളൂ. ഇത് വാക്യം മാത്രം പറഞ്ഞ് നമുക്ക് എങ്ങനെ കൃത്യമായി പശ്ചാത്തലം വിവരിക്കാൻ സാധിക്കും. പശ്ചാത്തലത്തിൽ വേണ്ട ദൈവദിനങ്ങൾ പഠിക്കാൻ. വിശ്വാസമില്ലെങ്കിൽ സ്ഥിരവാസമില്ല. നമുക്ക് ദൈവത്തിൽ വിശ്വാസം നമ്മൾ ഒരിടത്ത് സ്ഥിരമായി നിൽക്കില്ല, ചാടിക്കൊണ്ടേയിരിക്കും. വിശ്വാസമില്ലെങ്കിൽ സ്ഥിരവാസമില്ല. ദൈവം വളരെ വ്യക്തമായിട്ട് തന്നെ അവരോട് പറയുകയാണ്. അത് 9-ാം വാക്യം പറഞ്ഞത്, നിങ്ങൾ വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല. നിങ്ങൾ ഉറച്ചു നിൽക്കണമെങ്കിൽ, സ്ഥിരപ്പെടണമെന്നുണ്ടെങ്കിൽ ദൈവവചനത്തിലും ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിലും ദൈവത്തിൻ്റെ വചനത്തിലും സത്യത്തിലും നിങ്ങൾ നിൽക്കണം. ദൈവത്തിൻ്റെ വചനത്തിലും സത്യത്തിൽ നിൽക്കുമ്പോഴാണ് പാറയിൽ കയറി നിൽക്കുന്ന അനുഭവം ഉണ്ടാകുന്നത്. വിശ്വാസം എന്നുള്ളത് ദൈവമക്കളെ സംബന്ധിച്ച് വളരെ സുപ്രധാനമായ ഒരു യാഥാർത്ഥ്യമാണ്. വിശ്വാസം അത് നമ്മുടെ മറ്റൊരു യോഗ്യതയിലല്ല നമ്മൾ നിൽക്കേണ്ടത്, മറ്റേതെങ്കിലും കഴിവുകളിലും യോഗ്യതകളിലും പ്രാപ്തികളിലും അല്ല നമ്മളെ നിലനിൽപ്പ്. അത് എബ്രായത്തിൽ വളരെ വ്യക്തമായിട്ട് പറയും. ദൈവത്തിനടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം നൽകുന്നെന്ന് വിശ്വസിക്കേണ്ടതല്ലയോ? വിശ്വാസമില്ലെങ്കിൽ ദൈവത്തിൻ്റെ മക്കൾക്ക് നിൽക്കാൻ പറ്റില്ല. ബാഹ്യമായ എന്തെങ്കിലും ആകർഷണീയത്വങ്ങളല്ല ദൈവമക്കളെ നിർത്തുന്നത്. ഇവിടെ സാമ്പത്തിക അവസ്ഥയല്ല. ഒരു ദൈവം അതിനെ പിടിച്ചു നിർത്തുന്നത്, ഉറപ്പിച്ചു നിർത്തുന്നത് ദൈവത്തിലുള്ള വിശ്വാസമാണ്. അത് അന്നും ഇന്നും വാസ്തവമാണ്. വിശ്വാസം അടിസ്ഥാനമാണ്. അത് എബ്രായ ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 18-19 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെ പറയുന്ന ഈ വിഷയത്തെക്കുറിച്ച് എബ്രായ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 18-19 വാക്യങ്ങൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. എബ്രായ ലേഖൻ: അവിടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി. എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കില്ല. ഞാൻ ആണയിട്ടത് അനുസരണം കെട്ടവരോടല്ലാതെ പിന്നെ അവർ ആരോടാകുന്നു? ഇങ്ങനെ അവിശ്വാസം നിമിത്തം അവർക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ലെന്ന് നാം കാണുന്നു. അവിശ്വാസമാണ് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിലേക്ക് കടന്നു വരാൻ പ്രാപിപ്പാൻ പലർക്കും തടസ്സം. അവിശ്വാസം. അത് എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 2-ഉം 11-ഉം വാക്യത്തിൽ നാം ഒരു സദ്വർത്തമാനം കേട്ടവരാണ്. പഴയ കാലത്തിലെ കാര്യങ്ങളെ പറഞ്ഞതിന് ശേഷം എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായിക്കൊണ്ട് കേട്ടവരിന് അവർക്ക് ഉപകാരമായി വന്നില്ല. ഇതാണ് ഇന്നത്തെ അവസ്ഥ. ദൈവവേല ചെയ്യുന്ന അനേരെയും ദുഃഖിപ്പിക്കുന്ന അവസ്ഥ ഇതാണ്. എത്രമാത്രം ദൈവം മനുഷ്യർക്ക് നൽകുന്നു, അവർ കേൾക്കുന്നു, പക്ഷെ അതൊന്നും അവർക്ക് പ്രയോജനപ്പെടുന്നില്ല. വിശ്വാസം വരേണ്ടത് വചനത്തിലൂടെയാണ്. കേൾക്കുന്ന വചനം വിശ്വാസ തലത്തിലേക്ക് അത് കൊണ്ടുവരണം. നടുന്ന വിത്ത് വളരണം, ഫലം കായ്ക്കണം. പക്ഷെ അത് സംഭവിക്കുന്നില്ല, മാറ്റം വരുന്നില്ല. പഴയ അവസ്ഥ തന്നെ വന്നിരുന്നുകൊണ്ട് വീണ്ടും കേട്ടുകൊണ്ട് പോവുകയാണ്. അത് വലിയ ശാപത്തിനും ശിക്ഷാവിധിക്ക് കാരണമാകും. എബ്രായ ലേഖനം 4:11: ആരും അനുസരണക്കേടിൻ്റെ അസമദൃഷ്ടാന്തത്തിനൊത്തവണ്ണം വീഴാതിരിക്കേണ്ടത് നാം സ്വസ്ഥയിൽ പ്രവേശിപ്പാൻ ഉത്സാഹിക്കുക. എന്നിട്ടാണ് 12-ാം വാക്ക്: ദൈവത്തിന് വന്ന് ഇരുവായ്ത്തൽ ജീവനും ചൈതന്യമുള്ളമായ ഇരുവായ്ത്തലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയെന്നൊക്കെ പറയുന്നത് എബ്രായ 4:12-ലാണ്. വിശ്വാസം. നിങ്ങൾ വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല. ഇനി കർത്താവ് നൽകുന്ന അടയാളത്തിലേക്ക് നമുക്ക് നോക്കാം. 10-ാം വാക്യം ദൈവം പറഞ്ഞു: യഹോവ പിന്നെയും ആഹാസിനുള്ളൂ. യഹോവ പിന്നെയും ആഘോഷമുണ്ടെന്ന് പറഞ്ഞു. പ്രവാചകൻ പറഞ്ഞെന്നല്ല എഴുതിയിരിക്കുന്നത്. യഹോവ പിന്നെയും. കാരണം പ്രവാചകൻ പറയാൻ ഉപയോഗിച്ചത് യശയാവിനെയാണ്. യശയാവിന് തോന്നിയതല്ല പറയുന്നത്. ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അതേപോലെ പ്രസ്താവിക്കുന്നവരാണ് ദൈവത്തിൻ്റെ ശുശ്രൂഷകർ. യഹോവ പിന്നീട് ആഘോഷനുള്ളൂ. അത് വളരെ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. യശയാവ് തൻ്റെ സ്വന്തം അധികാരത്തിലും സ്വന്തം കഴിവിലും പ്രാപ്തി നിന്നുകൊണ്ടല്ല പറയുന്നത്. ദൈവത്തിന് പറഞ്ഞ അതേപോലെ പറയുകയാണ്. അതുതന്നെയാണ് 2 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 20-21 വാക്യങ്ങളിൽ പുതിയ നിയമത്തിൻ്റെ പത്രോസും ഇപ്രകാരമാണ് എഴുതിയത്. 2 പത്രോസ് 1-ാം അധ്യായം 20-21 വാക്യങ്ങളിൽ പത്രോസ് പറഞ്ഞു: പ്രവചനം, തിരുവെഴുത്തിലെ പ്രവചനമൊന്നും സ്വയമായ വ്യാഖ്യാനത്തിൽ ഉളവാകും. നിങ്ങളെ സ്വന്തം ഇഷ്ടപ്രകാരം പറയാനുള്ളതല്ല വചനം. സ്വന്തം വ്യാഖ്യാനത്തിൽ ഉളവാകുന്നതല്ല, മനുഷ്യരിൽ നിന്ന് ഉത്ഭവിച്ചല്ല ഇത്. ആദ്യം തന്നെ അറിഞ്ഞാണ്. ബൈബിൾ പഠിക്കാൻ വായിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ആദ്യം അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് ഇത് ദൈവത്തിൻ്റെ വചനമാണ്. അത് എഴുതിയ മനുഷ്യരുടെ വചനമല്ല. പ്രവചനമൊന്നും സ്വയമായ വ്യാഖ്യാനം, മനുഷ്യൻ്റെ വ്യാഖ്യാനത്തിൽ നിന്ന് ഉളവാകുന്നതല്ലെന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. എങ്കിൽ മാത്രമേ അതിനത്തെ ഭയഭക്തി ബഹുമാനത്തോടെ സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ. പ്രവചനം ഒരിക്കലും മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല. ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചത്രേ. ഇവിടെ യശയാവും അതാണ് ചെയ്തത്. യശയാവ് ഈ ആഹാസ് എന്ന രാജാവിനോട് അവന് അറിയിക്കേണ്ട സന്ദേശം ദൈവം നൽകുമ്പോൾ അത് അവനോട് അറിയിക്കണം. അപ്പോൾ ആഹാസ് വാസ്തവത്തിൽ ദൈവത്തെക്കുറിച്ചല്ല സംസാരിച്ചത്, ദൈവത്തിന് വേണ്ടി സംസാരിക്കുക. ദൈവത്തിന് വേണ്ടി സംസാരിക്കണം. 11-ാം വാക്യം യശയാവ് 7-ാം അധ്യായം: നിന്റെ ദൈവം യഹോവയുടെ താഴെ പാതാളത്തിലോ ഇത് ഉയരത്തിലുള്ള ഒരു അടയാളം ചോദിച്ചു കൊള്ളുക. യശയാ പ്രവാചകരുടെ ദൈവം പറയുകയാണ് ആകാശത്തിലുള്ളത്. നിനക്ക് ഉറപ്പില്ലെങ്കിൽ, വിശ്വാസമില്ലെങ്കിൽ ഒരു അടയാളം ചോദിക്കും. ഞാൻ നിന്നെ ആപത്ത് സമയത്ത് സഹായിക്കും എന്നൊരു അടയാളം ചോദിക്കാൻ പറഞ്ഞു. അവിടെ ചോദിപ്പീൻ, ചോദിച്ചു കൊള്ളുക. അതൊരു കൽപ്പനയാണ്. ചോദിച്ചു കൊള്ളുക. അടയാളം എന്നത് അത്ഭുതമെന്നാകാം, പ്രതിജ്ഞയെന്നാകാം, ഉറപ്പെന്നാകാം. യശയാപ്രവന്റെ പുസ്തകത്തിൽ ഏകദേശം വളരെയധികം തവണ കാണുന്ന 11 തവണ കാണുന്നൊരു പ്രയോഗമാണ്. 7:11 നമുക്കിവിടെ കണ്ടു, 7:14 നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ കർത്താവ് തന്നെ നിങ്ങൾക്കൊരു അടയാളം തരും.
8-ന്റെ 18, 19-ന്റെ 20, 20-ന്റെ 3, 37-ന്റെ 30, 38-ന്റെ 7, 38-ന്റെ 22, 44 25, 55 13, 57 8, 66 19. 11 തവണ യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ അടയാളം എന്ന വാക്കാണ്. ഇപ്പോൾ യെശയ്യാവ് ആഹാസിനോട് പറയുകയാണ്, ദൈവഹിതപ്രകാരം ആവശ്യപ്പെടുകയാണ്. അതായത് പാതാളത്തിനോ താഴെ പാതാളത്തിലോ മീത ഉയരത്തിലോ ഒരു അടയാളം ചോദിച്ചു നോക്കുക. എവിടെയുള്ള ഒരു അടയാളം വേണമെന്ന് ചോദിച്ചു നോക്കുക. ദൈവം നിന്റെ കൂടെ ഉണ്ടാകും, നിന്നെ സഹായിക്കും ദൈവത്തിൽ ആശ്രയിച്ചാൽ. പക്ഷെ രാജാവ് പറഞ്ഞ മറുപടി 12-ാം വാക്യം. ആഹാസ് പറഞ്ഞത്, ഞാൻ ചോദിക്കുകയില്ല, യഹോവയെ പരീക്ഷിക്കുകയുമില്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കില്ല, യഹോവയെ പരീക്ഷിക്കുകയുമില്ല. ഇവര് നിൽക്ക് നോക്കുമ്പോൾ ആഹാസ് എത്ര ഭക്തനാണ്, എത്ര ദൈവവിശ്വാസിയാണ്, ദൈവത്തെ പരീക്ഷിക്കില്ല എന്ന് പറഞ്ഞല്ലോ. പക്ഷെ വാസ്തവത്തിൽ താൻ എന്താ ചെയ്യാൻ പോകുന്നതിൻ്റെ ഹൃദയത്തിൽ നേരത്തെ ഒന്ന് തീരുമാനിച്ചു വെച്ചിരിക്കുക. അത് ദൈവത്തിന് കാണാം. അവൻ്റെ ചഞ്ചലിക്കുന്ന അവസ്ഥ കണ്ടുകൊണ്ടാണ് ദൈവനോട് തൻ്റെ ജനത്തിൻ്റെ രാജാവാണ്. ആകാശ് പറഞ്ഞു, ഞാൻ ചോദിക്കില്ല, ദൈവത്തെ പരീക്ഷിക്കുകയുമില്ല. ഇതുകൊണ്ട് ആകാശ് അവിടെ ഉത്തരം പറഞ്ഞു. പക്ഷെ അവൻ്റെ ഉള്ളിൽ അവൻ നേരത്തെ തന്നെ തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ്. അവിടെ അസീറിയ രാജാവിനെ ആശ്രയിക്കുക. അസീറിയ രാജാവിനെ ആശ്രയിക്കുക. അസീറിയ രാജാവിനെ കുറിച്ച് നമ്മൾ കണ്ടു. അത് മറ്റാരുമല്ല, തിഗ്ലത്ത്-പിലേസർ. തിഗ്ലത്ത്-പിലേസറിനെ ആശ്രയിക്കുക. തൻ്റെ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകും. ദൈവത്തെ ആശ്രയിക്കുന്നില്ല. പ്രശ്നത്തിൻ്റെ പരിഹാരത്തിനായി ദൈവത്തിലേക്ക് കണ്ണുയർത്തുന്നതിന് പകരം, ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം, ആഹാസ് എന്ന ദാവീദ് ഗൃഹത്തിൻ്റെ രാജാവ് ആശ്രയിച്ചത് മറ്റൊരു രാജാവിനെയാണ്, തിഗ്ലത്ത്-പിലേസർ. തിഗ്ലത്ത്-പിലേസറിൻ്റെ അടുക്കൽ ഈ സംഭവം ചരിത്രപരമായി രേഖപ്പെടുത്തുന്നത് 2 രാജാക്കന്മാർ 16-ന്റെ 7. 2 രാജാക്കന്മാർ 16-ന്റെ 7 അവിടെ തിഗ്ലത്ത്-പിലേസറിൻ്റെ അടുക്കൽ ചെന്നിട്ട് അവിടെ ആഹാസ് പറഞ്ഞത് ഇപ്രകാരമാണ്. 2 രാജാക്കന്മാർ അതിൻ്റെ 16-ാം അധ്യായം 7-ാം വാക്യം. ആഹാസ് അസൂർ രാജാവായ തിഗ്ലത്ത്-പിലേസറിൻ്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു, ഞാൻ നിന്റെ ദാസനും നിന്റെ പുത്രനുമാകും. നീ വന്ന് എന്നോട് എതിർത്തിരിക്കുന്ന അരാം രാജാവിൻ്റെ കയ്യിൽ നിന്നും ഇസ്രായേൽ രാജാവിൻ്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കണമെന്ന് പറയിച്ചു. എന്താ പറഞ്ഞു? ഞാൻ നിന്റെ ദാസനും നിന്റെ പുത്രനുമാണ്. എന്തൊരു അസംബന്ധമാണ് ആഹാസ് കാണിക്കുന്നത്. ദൈവം തൻ്റെ ജനത്തിൻ്റെ ഭരണമേൽപ്പിച്ച ആഹാസ് എന്ന രാജാവ് പ്രതികൂലത്തിന് നടുവിൽ മറ്റു രാജാവിൻ്റെ അടുക്കൽ ചെന്നു, ഞാൻ നിന്റെ ദാസനാണ്, നിന്റെ പുത്രനാണ്. ദൈവമായുള്ള ഉടമ്പടി ലംഘിച്ച മനുഷ്യൻ. അവിടെ 13-ാം വാക്യം നമ്മൾ കാണുമ്പോൾ 7-ാമത്തെ യെശയ്യാവ്, ദാവീദ് ഗൃഹമേ കേൾപ്പീൻ, മനുഷ്യരെ മുഷിപ്പിക്കുന്ന പോരാഞ്ഞിട്ടാണോ നിങ്ങൾ എൻ്റെ ദൈവത്തെ കൂടെ മുഷിപ്പിക്കുന്നത്? ദൈവമക്കളെന്ന് പറയുന്നവർ പ്രശ്ന സമയത്ത്, പ്രതികൂല സമയത്ത്, ആവശ്യ സമയത്ത് ദൈവത്തിനടുക്കൽ ചെല്ലാതെ മറ്റു സ്ഥലങ്ങളിൽ ഉറവിടങ്ങൾ രക്ഷയ്ക്ക് വേണ്ടി, പരിഹാരത്തിന് വേണ്ടി ഓടുമ്പോൾ നിങ്ങൾ എന്നെ മുഷിപ്പിക്കുകയാണ്. മനുഷ്യരെ മുഷിപ്പിക്കുന്നതോടെ നിങ്ങൾ എന്നെ മുഷിപ്പിക്കുകയാണ്. അപ്പോൾ ദാവീദിൻ്റെ ഗൃഹം എന്നുള്ളത് നമുക്ക് ദൈവം ദാവീദിനോട് ഉടമ്പടി ചെയ്തു, നിന്നെ എന്നേക്കും രാജാവായി സ്ഥിരപ്പെടുത്തും, നിന്റെ സിംഹാസനത്തിൽ എന്നേക്കും ഇരിക്കും. അത് പിന്നീട് കർത്താവ് യേശുവിൻ്റെ സിംഹാസനം ദാവീദിൻ്റെ സിംഹാസനമാണ്. 2 ശമൂവേൽ 7-ാമത്തെ 8 മുതൽ 16 വരെ, 1 ദിനവൃത്താന്തം 17-ന്റെ 24, 2 ദിനവൃത്താന്തം 21-ന്റെ 7. ആഹാസിന് അടയാളം ചോദിക്കാൻ താല്പര്യമില്ല. കാരണം ഉള്ളിൽ വേറെ പ്ലാനുള്ളവരാണ് കൃത്യമായി ഉത്തരം പറയാത്തത്, സത്യമായി ഉത്തരം പറയാത്തത്. ആഹാസിൻ്റെ മടി. പക്ഷെ യെശയ്യാവിലൂടെ ദൈവം പറഞ്ഞു, നീ ചോദിച്ചില്ലെങ്കിലും അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരു അടയാളം തരും. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. ദൈവം തന്നെ ഒരു അടയാളം കൊടുക്കുകയാണ്. കാരണം ദൈവം പറയുന്നത്, എൻ്റെ ഹിതം, എൻ്റെ നിയമം, എൻ്റെ നിർണയം നിലനിൽക്കും. നീ എന്തൊക്കെ പ്ലാൻ ചെയ്താലും ഈ പ്രതികൂലത്തിന് നടുവിൽ എൻ്റെ നിർണയം, എൻ്റെ പദ്ധതി നടപ്പിലാകും. വിശ്വസ്തയോടെ ദൈവത്തെ അനുസരിക്കേണ്ടവർ അനുസരിച്ചില്ലെങ്കിലും ദൈവം ചെയ്യാനുള്ളത് പ്രപഞ്ചത്തിൽ ചെയ്യും. കന്യക ഗർഭിണിയായി മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. കന്യക, അൽമ എന്ന എബ്രായ വാക്കാണ്. നമുക്ക് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് അടുത്ത പഠനങ്ങളിൽ നോക്കാം. യെശയ്യാപ്രവചനന്റെ പുസ്തകത്തിൽ ഇവിടെ മാത്രമാണ് ആ പ്രയോഗം കാണുന്നത്. അനേക പണ്ഡിതന്മാർ ഇതിനെ വ്യാഖ്യാനിക്കുമ്പോൾ ഒരു യൗവനക്കാരിയായ പെൺകുട്ടി, വിവാഹപ്രായമെത്തിയ യൗവനക്കാരിയായ ഒരു പെൺകുട്ടി എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം എന്നാണ് പറയുന്നത്. യങ് വുമൺ, കന്യക. അവളൊരു മകനെ പ്രസവിക്കും. മകളെല്ലാം മകനെ പ്രസവിക്കും. മുൻകൂട്ടി ദൈവം പറയുകയാണ്, അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും, അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും എന്നവിടെ വ്യക്തമായി പറയുക. ആൺകുട്ടി തന്നെ ആയിരിക്കും, ദൈവം മുൻകൂട്ടി പറയുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലായത് പുതിയ നിയമത്തിലെ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 22-21 വാക്യങ്ങളിൽ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ജനനസമയത്ത്
ഈ വേദഭാഗം, മിശിഹാവിൻ്റെ വേദഭാഗം പരാമർശിച്ചുകൊണ്ടാണ് മത്തായിയിലൂടെ പരിശുദ്ധാത്മാവാണ് വചനത്തിൻ്റെ എഴുത്തുകാരൻ. പരിശുദ്ധാത്മ ഇങ്ങനെയാണ് വെളിപ്പെടുത്തിയത്: കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവൽ എന്ന് പേർ വിളിക്കുമെന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളിച്ചെയ്ത് നിവൃത്തിയാകുവാൻ ഇതൊക്കെ സംഭവിച്ചു. ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, പഴയമകാലത്ത് ചില പ്രവചനങ്ങൾക്ക് ദ്വയാർത്ഥമുണ്ട്. എന്നുവെച്ചാൽ രണ്ട് നിവൃത്തിയുണ്ട്. ഇത് പറയുന്ന സമയത്ത് അതിൻ്റെ ഒരു പ്രായോഗികമായ നിവൃത്തിയുണ്ട്. ആകാശിൻ്റെ കാലത്ത് തന്നെ ഈ സംഭവം, കന്യക ഗർഭിണിയായി മകനെ പ്രസവിക്കുന്ന സംഭവത്തിന് അതിൻ്റെ വിവരണം നമുക്ക് ബൈബിളിൽ കിട്ടില്ല. അതിൻ്റെ ഒന്നാമത്തെ നിവൃത്തീകരണം ആ പ്രവചനം നൽകിയ സമയത്ത് തന്നെ. കാരണം ഈ കാര്യങ്ങൾ, ഈ സംഭവങ്ങൾ രണ്ട് രാജ്യങ്ങൾ യഹൂദയെ ആക്രമിക്കാൻ വന്നു നിൽക്കുന്ന കാലഘട്ടത്തിൽ തന്നെ നടപ്പാകുന്ന ഒരു നിവൃത്തിയുണ്ട്. കൂടാതെ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യത്തിൻ്റെ സൂചനയും കൂടി അതിൻ്റെ അകത്ത്. അതിനെ ഡ്യുവൽ പ്രൊഫസി എന്ന് പറയും. ഒരു പ്രവചനത്തിന് രണ്ടർത്ഥങ്ങളാണ്. അത് നൽകിയ സമയത്ത് പ്രായോഗികമായി അതിൻ്റെ നിവൃത്തി നടക്കുന്ന ഒരു കാര്യമുണ്ടായിരിക്കും. അതേ സമയത്ത് ഭാവിയെക്കുറിച്ച്, ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയുകയാണ്. കർത്താവ് യേശുവാണ് യഥാർത്ഥ ഇമ്മാനുവേൽ. അതുകൊണ്ടാണ് മത്തായിയിൽ ഒരു ദൈവം നമ്മോട് കൂടെ അർത്ഥമുള്ള ഇമ്മാനുവൽ എന്ന് വിളിക്കപ്പെടുമെന്ന് മറിയ ഗർഭിണിയാകുന്ന സമയത്ത് ദൂതനിലൂടെ അറിയിക്കപ്പെട്ട വാർത്തയിൽ അത് പരാമർശിക്കപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് അവിടെ പറയുന്നു 15 തിന്മ തള്ളി നന്മ തിരഞ്ഞെടുക്കാൻ പ്രായമാകും വരെ അവൻ തൈരും തേനും കൊണ്ട് ഉപജീവിക്കും. തിന്മ തള്ളി നന്മ തിരഞ്ഞെടുക്കാൻ ബാലിന് പ്രായമാകും മുമ്പേ നീ വെറുക്കുന്ന 2 രാജാക്കന്മാരുടെ ദേശം ഉപേക്ഷിക്കപ്പെടും. അപ്പം നീ വെറുക്കുന്ന 2 രാജാക്കന്മാരുണ്ടല്ലോ ആഹാസെ, നീ പേടിക്കുന്ന 2 രാജാക്കന്മാർ, അവർ കുറച്ച് നാളുകൾക്കുള്ളിൽ അവർ തകർക്കപ്പെടുവാർ. ഈ ശിശു നന്മ സ്വീകരിക്കുന്ന പ്രായമാകുമ്പോൾ നീ വെറുക്കുന്ന 2 രാജാക്കന്മാരുടെ ദേശം ഉപേക്ഷിക്കപ്പെട്ടിരിക്കും എന്ന് കൃത്യമായിട്ട് ആകാശിനോട് ദൈവം പറഞ്ഞു. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇത് സംഭവിക്കുമെന്ന സൂചനയാണ് ഈ പ്രവചനത്തിൻ്റെ നിവൃത്തി. നീ അടയാളം ചോദിക്കണ്ട, നീ ചോദിക്കില്ല, കാരണം നിൻ്റെ ഉള്ളിൽ വേറെ പ്ലാനാണ്. പക്ഷെ ഞാനൊരു അടയാളം തരാം. ഒരു കന്യക ഗർഭിണിയാകുന്നൊരവസ്ഥ നിങ്ങളുടെ നാട്ടിലുണ്ടാകും. അതെന്താ കൂടുതൽ ചരിത്രത്തിൽ തെളിവ് നമുക്ക് ബൈബിളിൽ തന്നിട്ടില്ല. അല്ലെങ്കിൽ ഒരു സംഭവം ഉണ്ടാകും. ആ ശിശു ജനിച്ച് നന്മ സ്വീകരിക്കുന്നത്, അതായത് തിന്മ തള്ളി നന്മ സ്വീകരിക്കുമ്പോൾ തൈരും തേനും കൊണ്ട് ഉപജീവിക്കും. അതുവരെ അവൻ തൈരും തേനും കൊണ്ട് ഉപജീവിക്കും. അപ്പോൾ ഈ നിങ്ങൾ പേടിക്കുന്ന രാജ്യങ്ങൾ, ശത്രു രാജ്യങ്ങൾ ദൈവം അവൻ ആ പ്രായം എത്തുന്നതിന് മുമ്പ് ഇതിനെ തകർത്തുക. നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റുമോ? ഇതാണ് ആഹാസിൻ്റെ ചോദിക്കുന്നത്. ആഹാസിൻ്റെ പദ്ധതി 17 വാക്യം: യഹോവ നിന്റെ മേലും നിന്റെ ജനത്തിൻ്റെ മേലും നിന്റെ പിതൃഭവനത്തിൻ്റെ മേലും എഫ്രൈം യഹൂദയെ വിട്ടുവഴി നാൾ മുതൽ വന്നിട്ടില്ലാത്തൊരു കാലം വരുത്തും, അശ്ശൂർ രാജാവിനെ തന്നെ. നീ ദൈവം പറയുന്നത് കേട്ട് ദൈവത്തെ വിശ്വസിക്കാതിരുന്നാൽ നീ ആശ്രയിക്കുന്നവർ തന്നെ നിന്നെ നശിപ്പിക്കും. അശ്ശൂർ രാജാവിനെ തന്നെ, ഇതുവരെ വന്നിട്ടില്ലാത്തൊരു കാലം വരുത്തും, അശ്ശൂർ രാജാവിനെ തന്നെ. അശ്ശൂർ രാജാവിൻ്റെ ഹൃദയത്തിൻ്റെ പ്ലാന്, പദ്ധതി ദൈവം പുറത്തു കാണിക്കുകയാണ്. നീ അസീറിയ തിഗ്ലത്-പിലേസറിൻ്റെ അടുക്കൽ സഹായം തേടാൻ ശ്രമിക്കുകയാണ്. ചെന്ന് ഞാൻ നിന്റെ ദാസൻ, നിന്റെ മകൻ എന്നൊക്കെ പറഞ്ഞു. ആഹാസ് എന്താണോ തൻ്റെ സംരക്ഷണമെന്ന് കരുതിയത് തൻ്റെ നാശമായി. ഒരു ചരിത്രത്തിലൊരു പാഠമാണ്. ആരെയാണോ തൻ്റെ സംരക്ഷണം എന്ന് താൻ വിചാരിച്ച് ആശ്രയിച്ചത് അവർ തൻ്റെ നാശമായി മാറും. ഒരു ബൈബിൾ പണ്ഡിതാവ് ഇപ്രകാരം പറയുകയുണ്ടായി: ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ആഗ്രഹങ്ങളും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവോത്തരം തരുമ്പോഴാണ്. ഞങ്ങൾക്ക് രാജാവിനെ വേണം, ഇത് പറഞ്ഞ് വേണ്ട, അപകടമാണ്. അവർ നിർബന്ധം കാണാൻ രാജാവിനെ കൊടുക്കും. ഞങ്ങൾക്ക് ഇറച്ചി വേണം, ഇത് പറഞ്ഞ് വേണ്ട, മന്ന മതി. അവർക്ക് അവരുടെ നിർബന്ധം കാണാൻ ഇറച്ചി കൊടുക്കും. തുടർന്ന് ഭവിഷ്യത്തുണ്ടായി, പണിഷ്മെൻ്റ് ഉണ്ടായി, നാശമുണ്ടായി. അപ്പോൾ നമ്മുടെ ചില ആവശ്യങ്ങൾ, പ്രാർത്ഥനകൾ നിർബന്ധം പിടിച്ച് പ്രാർത്ഥിക്കും, ദൈവഹിതമല്ലാത്ത പ്രാർത്ഥനകൾ, അത് നമ്മളെ അനുവദിക്കുന്നത് ശരിക്കും നമ്മുടെ നാശമാണ്. നമ്മൾ തന്നെ നമ്മുടെ നാശം പിടിച്ചു വരുന്നത് പോലെയാണ്. ഇതാണ് ആഹാസ് ഭരിച്ച യഹൂദ രാജ്യത്തിന് സംഭവിച്ചത്. അവർ രക്ഷകനെന്ന് വിചാരിച്ചവൻ അവരുടെ കശാപ്പുകാരനായി മാറും. അസൂർ തന്നെയാണ് നിങ്ങളുടെ ശത്രുവാകുന്നത്. ആരെ ആശ്രയിച്ചോ അവർ നിങ്ങളെ നശിപ്പിക്കും. ഇത് ചരിത്രത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കും, നമ്മുടെ ജീവിതങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കും. ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം എന്തിലാശ്രയിച്ചാലും നാം ആശ്രയിച്ച് നമുക്ക് നഷ്ടം വരുത്തും. തുടരാം അടുത്ത പഠനത്തിൽ കൂടുതൽ കാര്യങ്ങൾ. വായിക്കുക യശയ്യാപ്രവചനത്തിന്റെ പുസ്തകം. ചരിത്രപരമായ പശ്ചാത്തലത്തിൽ മാത്രമേ നമ്മൾ വിശ്വാസമുണ്ടെങ്കിൽ ഉറച്ചു നിൽക്കില്ല. കന്യക ഗർഭിണിയായ മകനെ പ്രസവിക്കും,
എന്നുള്ള വാക്യത്തിൻ്റെ ആശയം മനസ്സിലാക്കാനാണ് ഈ ചരിത്ര പശ്ചാത്തലം ആവശ്യമായതുകൊണ്ടാണ് കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും അതിനെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. ഇത് നിങ്ങളെ സഹായിക്കട്ടെ. തുടരാൻ മറുത്ത് പറഞ്ഞു. താങ്ക് യു.